അസ്സലാമലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രോസ്റ്റിൻ്റെ പീസ് കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. തലേന്ന് ഇന്നുമോൾ വന്നപ്പം പിന്നെ ചോറ് കുറച്ച് കുറവിന് മനു പോയിങ്ങാണ്ട് എനിക്കും മോക്കും പീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പീസ് മോള് നിന്നിട്ടുള്ളൂ, ഒരു പീസ് ബാക്കിയുണ്ടേനി. അപ്പോൾ അതിൽ അതുകൊണ്ട് പിന്നെ കറിയാക്കാന്ന് വെച്ചാൽ അവൻ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ എന്താ ഇപ്പോൾ കറിയാക്കാൻ പെട്ടെന്നാണ് ഈ ബ്രോസ്റ്റ് പീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാലോ. ഇതിന് മുന്നേ ഞാൻ ഒരിക്കലും ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ബ്രോസ്റ്റ് പീസ് ഇട്ടാണ്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ പെടുത്തിയിട്ടില്ല, അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ ഓർമ്മയില്ല. അങ്ങനെ ഞാൻ അതിലേക്ക് പിന്നെ ഒരു ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല വഴറ്റിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അതൊക്കെ എടുത്ത് നല്ല വാട്ടിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്യാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ അതുപോലെ ഞാൻ ചിക്കൻ മസാല ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നല്ല ഒന്ന് അതിൻ്റെ പച്ചമുളക് മറകളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒക്കെ അതിനനുസരിച്ച് അളവിന് നമ്മൾ എടുത്തതാണ് കേട്ടോ പൊടികളൊക്കെ. അപ്പോൾ അതിലേക്ക് പിന്നെ അതൊക്കെ എന്നതിന് ശേഷം ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്ത്, അങ്ങനെ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല ഇളക്കിയാണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഈ പീസാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ പീസാക്കി വെച്ചിന് കേട്ടോ. അതാ ഇങ്ങനെ ചെറിയ പീസാക്കിയാണ് പിന്നെ ബ്രോസ്റ്റിൻ്റെ പീസ്. പിന്നെ അപ്പോൾ അത് നല്ലെടുത്ത് അതും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ഞാൻ ചുടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചുടുവെള്ളം കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഒഴിച്ച് അതൊന്ന് വേവാനുള്ള വെള്ളം വെച്ച് ഒന്ന് ഇറച്ചിയൊക്കെ വെന്തതാണ്, ഉള്ളിയും തക്കാളി ഒക്കെ വേണം ഒന്ന് സെറ്റാവണമല്ലോ, എല്ലാം കൂടെ ഒന്ന് യോജിക്കണമല്ലോ. അതിന് വേണ്ടി ഒന്ന് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെച്ച് ഒന്ന് തിളച്ചിഞ്ഞ് കുറുകി വന്നപ്പോൾ പിന്നെ അപ്പോഴേക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വായിൽ വെച്ച് നോക്കിയപ്പോഴേക്ക് കുറച്ച് ആ ഒരു ടേസ്റ്റ് കുറവ് തോന്നി. സോസിൻ്റെ അത് ഞാൻ വിചാരിച്ച പോലെ ആയപ്പോൾ ഞാൻ കുറച്ചും കൂടെ സൈഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് 2-3 തുള്ളി. അതിനകത്തുള്ള ഒറ്റ പീസ് കൊണ്ട് ഉണ്ടാക്കുകയാണല്ലോ. അങ്ങനെ ഇങ്ങനെ തിക്കായിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക. ഇതും കൂട്ടിയാണ് നിങ്ങൾ ചപ്പാത്തിയോ പിന്നെ അതുപോലെ ദോശ അങ്ങനെയൊക്കെ കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള ബ്രോസ്റ്റ് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അസ്സലാമു അലൈക്കും.